ശ്രീലേഖ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ സർ? എന്തു പറ്റി? അല്ല, പ്രശാന്ത് MLA ഒഴിയണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ശാസ്തമംഗലത്ത് കൗൺസിലർക്ക് ഒരു ഓഫീസുണ്ട് അല്ലേ? അതെ, കൗൺസിലറുടെ ഓഫീസാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ കൗൺസിലറുടെ ഓഫീസിലിരിക്കുന്ന MLA ആണ്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അത് മാത്രമല്ല, ഒരു ഡിവിഷൻ, ശാസ്തമംഗലത്ത് ഒരു ഡിവിഷനിലെ പ്രശ്നമാണ്, ഒരു വാർഡിലെ പ്രശ്നമാണ്. അത് കേരളത്തിലെ ലോകത്തെ മുഴുവൻ ഒരു ആഗോള പ്രശ്നമാക്കി ചിലർ മാറ്റിയിരിക്കുന്ന ആളുകളുടെ പേരുകൾ മാധ്യമ പ്രവർത്തകരാണ്. നോക്കൂ, ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി BV രാജേഷാണ്. BV രാജേഷാണ്, BJP ആണ്. BJPക്ക് കോർപ്പറേഷൻ്റെ ഭരണം കിട്ടിയതുകൊണ്ട് തിരുവനന്തപുരം മുടിയുന്നു എന്നൊരു നാരേറ്റീവ് ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യ രംഗമാണിത്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി കേട്ടോ. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞതാണ്, പ്രേക്ഷകർ അറിയണം. ഒരു മാധ്യമ പ്രവർത്തകർ തിരുവനന്തപുരത്തുള്ള ഭാര്യ വീട്ടിച്ചെത്തും. അത് പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിച്ച മാധ്യമ പ്രവർത്തകനാണ്. അങ്ങനെ അമ്മായിയമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിയമ്മയോട് പറഞ്ഞു, തിരുവനന്തപുരത്തൊന്നും അമ്മായിയമ്മയൊക്കെ BJPക്കാരാണ്, ഞങ്ങളൊന്നും ഭരിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. അന്ന് പോടാക്കാന്ന് പറഞ്ഞ് അമ്മായിയമ്മ 4 വള്ളു പറഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മായിയമ്മയുടെ സമുദായത്തെ മുഴുവൻ കൊന്നുകളയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയെന്നൊക്കെ ഒരു കഥയുണ്ട്. അപ്പോൾ ഏതായാലും അതവിടെ നിൽക്കട്ടെ, കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് ഇനി ഭയങ്കര കുഴപ്പമാണ്. തിരുവനന്തപുരമാണ് ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സ്ഥലമാകാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് മേയറായിരുന്നു പ്രശാന്ത് അല്ലേ? പ്രശാന്ത് മേയറായിരുന്നു, MLA ആയി. ഇപ്പോൾ MLA ആയിരിക്കുമ്പോൾ ഈ പ്രശാന്തിന് എത്ര രൂപ ശമ്പളം കാണും? മാസം 1,10,000 രൂപയോളം സർക്കാർ നൽകുന്നുണ്ട്. 70,000 രൂപ മണ്ഡലം ഓഫീസ് അലവൻസാണ്. മണ്ഡലം ഓഫീസ് അലവൻസ് 70,000 രൂപ. അതിൽ നിന്നൊരു ഓഫീസ് എടുത്ത് പ്രവർത്തിപ്പിക്കാം. പിന്നെ ഫോണ്, ഇൻഫർമേഷൻ, മറ്റ് അലവൻസുകൾ, ഫിക്സഡ് അലവൻസ് എല്ലാം കൂടെ പ്രതിമാസം ലഭിക്കുന്നുണ്ട്. ഇതിനൊപ്പം 20,000 രൂപ മിനിമം DA കിട്ടുന്നുണ്ട്. ഒരു MLAക്ക് ഓരോ ദിവസം കണക്കാക്കിയിരിക്കുന്ന DA 1000 രൂപയാണ്. കേരളത്തിന് പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ ഇത് 1,100 രൂപയായിരിക്കും. ഇതാണ് സർക്കാർ ഔദ്യോഗികമായി പുറത്ത് വിട്ടിരിക്കുന്ന MLAയുടെ വരുമാനമെന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ ആധികാരികമായി പോസ്റ്റുകൾ എഴുതുന്ന സിദ്ധാർത്ഥ് S-ൻ്റെ പോസ്റ്റാണ്. ഞാൻ അതാണ് വായിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ഇത്രയും പൈസ 1,10,000 70,000 രൂപ മണ്ഡലം അലവൻസ്, മണ്ഡലം ഓഫീസ് അലവൻസായിട്ട് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ 2 സ്റ്റാഫിനെ വയ്ക്കാം, അവർക്ക് ശമ്പളം എഴുതിയെടുക്കാൻ പറ്റും, ശമ്പളം സർക്കാർ കൊടുക്കും. 10 മുതൽ 20 ലക്ഷം രൂപ വരെ പലിശയില്ലാത്ത ലോൺ എടുക്കാം. പലിശയില്ല, 20 ലക്ഷം രൂപ വരെ പലിശയില്ലാത്ത ലോൺ കിട്ടും MLAക്ക്. ഒരു വർഷം 3 ലക്ഷം രൂപ ഇന്ധന അലവൻസ് കിട്ടും. 3 ലക്ഷം രൂപയുടെ ഡീസൽ അടിക്കാം. 15,000 രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങാം. മുഴുവൻ തുകയും മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഇങ്ങനെ എല്ലാ ആനുകൂല്യമുള്ള ഓഫീസ് അലവൻസ് ഉള്ള ഒരാൾ ഒരു വാടകയ്ക്ക് ഒരു കെട്ടിടമെടുത്ത് ഓഫീസ് പ്രവർത്തിപ്പിക്കണ്ടേ? പക്ഷേ എന്താ ചെയ്തെന്നറിയോ? കോർപ്പറേഷൻ്റെ കെട്ടിടത്തിൽ തുച്ഛമായ ഒരു വാടക തുക വെച്ചിട്ട് ഒരു ഫ്ലോർ അങ്ങ് എടുത്തു. ആ ഫ്ലോറിൻ്റെ എടുത്തിരിക്കുന്നതിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ശാസ്തമംഗലത്തെ കൗൺസിലറുടെ ഓഫീസിനുള്ളതാണെന്ന്. ശാസ്തമംഗലത്തെ കൗൺസിലർക്കുള്ള ഓഫീസ് കെട്ടിടം, അതിൻ്റെ പേരിൽ കോർപ്പറേഷൻ നാമമാത്രമായൊരു തുക കൊടുത്തിട്ട് അത് മൊത്തം ഈ ചങ്ങാതി എടുത്തിട്ട് അവിടെ അങ്ങ് ഇരിക്കുക. MLA ഓഫീസ് ഒരു ഓഡിറ്റോറിയം പണിതിരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കുക. അല്ല സർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെ എടുത്തിരിക്കുകയാണ്, ശരിയാണ്. പക്ഷെ കൗൺസിലറായിട്ട് ഇപ്പോൾ ചുമതല ഏറ്റതേ ഉള്ളൂ. പിറ്റേ ദിവസം എന്ന് പറയുന്ന പോലെ തന്നെ എടുത്തു കയറി ശ്രീലേഖ പറഞ്ഞതല്ലേ ഇത്രയും? അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കൗൺസിലർ എവിടെ പോയിരിക്കും? ആ സ്റ്റെപ്പേ കയറിയിരിക്കണോ? ശ്രീലേഖ സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർ ആയിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ശ്രീലേഖ കൗൺസിലറാണ്. അവർ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. അവർക്ക് ഓഫീസ് അലവൻസ് ഒന്നുമില്ല. കൗൺസിലർമാർക്കൊക്കെ തുച്ഛമായ ഓണറേറിയം മാത്രമേ ഉള്ളൂ. അവരെവിടുന്ന് വാടക എടുക്കും. അപ്പോൾ കൗൺസിൽ കെട്ടിടത്തിൽ, കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൗൺസിലർക്ക് ഒരു മുറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുറി അവർക്ക് കിട്ടണ്ടേ? അതെന്താ 3 മാസം കഴിഞ്ഞ് ചോദിച്ചാൽ മതിയോ? 3 മാസം ശ്രീലേഖ ഈ മറ്റേ വഴിയിലേക്കിലൊക്കെ ഈ താലൂക്ക് ഓഫീസിൻ്റെയൊക്കെ മുന്നിൽ ഈ അപേക്ഷാ ഫോറം ഫില്ല് ചെയ്യാൻ ഒരു മേശയും ഒരു സ്റ്റൂളും ഇട്ട് ചില ആളുകൾ ഇരിക്കും. അതുപോലെ ശ്രീലേഖ എന്ത് ചെയ്യണം? ഈ കെട്ടിടത്തിൻ്റെ ഭാഗത്ത് VK പ്രശാന്ത് ഇരിക്കുന്ന കൗൺസിലറുടെ മുറി വാടകയ്ക്ക് തുച്ഛമായ വാടക കരാറുണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന പ്രശാന്തിൻ്റെ കെട്ടിടത്തിൻ്റെ താഴെ വരാന്തയിലിരിക്കണോ ശ്രീലേഖ? ആ മുറി ആരുടെയാ? കൗൺസിലർക്കുള്ള മുറിയാണ്. ശാസ്തമംഗലത്തെ കൗൺസിലർക്കുള്ള മുറിയാണ്. ആരാ ശാസ്തമംഗലത്തെ കൗൺസിലർ? ആരാ? ശ്രീലേഖ. അപ്പോൾ ഇത് ശ്രീലേഖ എവിടെ ഇരിക്കും? MLAക്ക് ഈ മുറിയെടുക്കാനും ഓഫീസ് ഉണ്ടാക്കാനും 70,000 രൂപ വേറെ ഉണ്ടെന്നേ. കഴിഞ്ഞ 5 വർഷമായിട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട്. അതെടുത്ത് പുട്ടടിച്ചാൽ പോരല്ലോ.
അതെടുത്ത് മുട്ടടിച്ചിട്ട് തുച്ഛമായ വാടകയ്ക്ക് കോർപ്പറേഷൻ്റെ കെട്ടിടം ഭരണകക്ഷിയിലുള്ള സ്വാധീനം, മുൻ മേയർ CPM-കാരനുള്ള സ്വാധീനം ഉപയോഗിച്ച് ശാസ്തമംഗലം കൗൺസിലറുടെ മുറിയിൽ കയറി ഇയാൾ ഇരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? പറഞ്ഞിട്ട് പ്രജിത പോയാൽ മതി. അത് തെറ്റാണ്. പിന്നെ ശ്രീലേഖ എന്ത് ചെയ്യണം? ഞാൻ 3 മാസം ഞാൻ വഴിയിരിക്കാം, പ്രശാന്ത് സാർ അവിടെ എന്ന് പറയണം. എനിക്കിവിടെ ഇരിക്കണം, ഇത് എൻ്റെ ഓഫീസാണ്, എനിക്കിരിക്കണം. പിന്നെ ശ്രീലേഖ പറയുന്നത് ഞാനത് മോനെ ഒന്ന് MLAക്ക് വേറെ ഓഫീസ് എടുക്കാമല്ലോ, എനിക്ക് കൗൺസിലറല്ലേ, വേറെ സ്ഥലമില്ല, ഒന്ന് മാറിത്തരാം. ഇത് മോനെ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഇത് ഈ കാര്യം അറിഞ്ഞാൽ നാട്ടുകാർ മോനെ എന്നുള്ളതിൻ്റെ ഉള്ളിൽ വേറെ വിശേഷങ്ങൾ ചേർക്കും. സത്യത്തിൽ ഇതല്ലേ വസ്തുത? സത്യത്തിൽ മാധ്യമപ്രവർത്തകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അത് കൗൺസിലറുടെ മുറിയാണോ, കോർപ്പറേഷൻ കൗൺസിലർക്ക് അനുവദിച്ച മുറിയിലാണോ ഇപ്പോൾ പ്രശാന്ത് ഇരിക്കുന്നത്? ആ മുറി മാത്രമാണോ? ഒരു ഫ്ലോർ മുഴുവൻ പ്രശാന്തിൻ്റെ പക്കലുണ്ടോ? എന്തിന് ഒരു ഫ്ലോർ എന്തിനാണെന്നേ? MLAക്ക് അവിടെ എന്താ ഡിസ്കോ ഡാൻസ് നടത്തുന്നുണ്ടോ? പക്ഷെ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത് VK പ്രശാന്തിന് അവകാശപ്പെട്ടതുപോലെയാണല്ലോ. അവകാശപ്പെടുന്നത് എങ്ങനെയാണ്? അത് മാധ്യമങ്ങളുടെ ആ നറേറ്റീവാണ് ഞാൻ പറയുന്നത്. മാധ്യമങ്ങൾ പറയും അത് കൗൺസിലറുടെ മുറിയാണോ, കൗൺസിലറുടെ മുറിയിൽ ഇരിക്കേണ്ട കൗൺസിലറാണോ MLA ആണോ? കൗൺസിലർക്ക് ഒരു മുറി വാടകയ്ക്ക് എടുക്കാൻ കോർപ്പറേഷൻ പണം വല്ലതും കൊടുക്കുന്നുണ്ടോ? കൗൺസിലർക്ക് കിട്ടുന്ന അലവൻസ് കൊണ്ട് മുറി വാടക എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ കൗൺസിലർക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഒരു മുറി അനുവദിച്ചിരിക്കുന്നത്. MLAക്ക് വാടകയ്ക്കും മറ്റുമായിട്ട് മണ്ഡല അലവൻസുമായിട്ട് 70,000 രൂപ മാസത്തുണ്ടോ? അതിലൊരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ കൊടുത്താൽ MLAക്ക് ഒരു മുറി കിട്ടത്തില്ലേ? അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനം ഉണ്ടെങ്കിൽ വല്ലവൻ്റെ മുറി കയറി കുത്തിയിരിക്കല്ല വേണ്ടത്, ഇറങ്ങി കൊടുക്കണം, അന്തസ്സോടെ ഇറങ്ങി കൊടുക്കണം. അല്ലാതെ മാധ്യമങ്ങൾ എടുത്ത് പോയിട്ട് ഒരുമാതിരി തരവഴി പറയരുത്. കാരണം VK പ്രശാന്ത് വളരെ സൗമ്യനായ, മാന്യനായ ഒരു MLA എന്ന് പൊതുവിൽ കണക്കാക്കപ്പെടുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ നിലയും വിലയും കളയുന്ന തരത്തിൽ ഈ മാപ്രകളുടെ അജണ്ടയ്ക്ക് തുള്ളാന്തിക്കരുത്. എനിക്ക് പ്രശാന്തിനെ ഇഷ്ടമാണ്, വ്യക്തിപരമായി ഈസ് എ നൈസ് ഗൈ, പ്രസൻറ്റബിൾ. പക്ഷേ അദ്ദേഹം ഒരു തറ രാഷ്ട്രീയം കളിച്ചാൽ ആളുകൾ തറഭാഷയെ വർത്താനം പറയും. പ്രശാന്തിൻ്റെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. കാരണം അന്തസ് എന്ന് പറയുന്നത് അവിടെ കൗൺസിലർ വന്നു, കൗൺസിലർക്കുള്ള മുറിയാണ്, ഞാനത് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് സ്വമേധയാ ഒഴിഞ്ഞു കൊടുക്കേണ്ട ആൾ കൗൺസിലർ അങ്ങനെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് തന്നെ തെറ്റ്. ചോദിച്ചപ്പോൾ ശ്രീലേഖ മാഡം ഓക്കെ, എനിക്ക് 2-3 ദിവസം കിട്ടട്ടെ, ഞാനൊന്ന് മാറ്റിക്കട്ടെ, പുതിയത് കണ്ടുപിടിച്ചോട്ടെ, ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണ് വേണ്ടത്. പക്ഷേ ശ്രീലേഖ അവിടെ മത്സരിച്ചു ജയിച്ചപ്പോൾ തന്നെ അത് ചെയ്യുന്നതിനകത്തൊരു അന്തസ്സുണ്ടായിരുന്നു. ചോദിച്ച് കൊടുക്കുന്നതും ചോദിക്കാതെ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചോദിക്കുന്നതിന് മുമ്പേ ഇറങ്ങിക്കൊടുത്ത് തൻ്റെ രാഷ്ട്രീയ മാന്യത കാണിക്കണമായിരുന്നു VK പ്രശാന്ത്. അല്ലാതെ വളരെ കഷ്ടമാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്, ഇങ്ങനെ എല്ലാ തരത്തിലും നികുതി പണത്തിൽ നിന്ന് ആനുകൂല്യം പറ്റുന്ന ഒരാളാണ് തൻ്റെ ഓഫീസ് ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിപ്പിച്ച് പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട ഭീമമായ വാടകയ്ക്ക് തടസ്സം നിൽക്കുന്നത്. അല്ലെങ്കിൽ MLA അവിടെ ഇരുന്നില്ലെങ്കിൽ ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുത്താൽ കോർപ്പറേഷൻ നല്ല പൈസ കിട്ടുമായിരുന്നു. 70,000 രൂപ ഇങ്ങൾക്ക് മണ്ഡലം ഓഫീസ് അലവൻസ് കിട്ടുമ്പോഴാണ് ഈ ചെയ്യുന്നത്. വെറും തുച്ഛമായ തുകയ്ക്ക് വാടക ചീട്ടെഴുതി ഒരു ഫ്ലോർ മുഴുവൻ MLA കൈയടക്കി വെച്ചിരിക്കുകയാണ്. ശാസ്തമംഗലത്തുള്ള കെട്ടിടം കൗൺസിലർക്ക് അവകാശപ്പെട്ടതാണ്. അതിൻ്റെ കവാടത്തിൽ തന്നെ അക്കാര്യം എഴുതിയും വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ശ്രീലേഖ ഇന്ന് വന്ന് പറയുന്നൊന്നുമല്ല. എന്നാൽ അത് ലംഘിച്ച് അധികാരത്തിൻ്റെ തിണ്ണമിടുക്കിൽ എല്ലാം അടക്കിപ്പിടിച്ച് സർവപ്രതാപിയായി വാഴുകയാണ് മുൻ മേയർ കൂടിയായ MLA സഖാവ്. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഉടനടി ശാസ്തമംഗലത്തെത്തി അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് MLA ദുരുപയോഗം ചെയ്യുന്നത് എന്ന് കാണിക്കുകയാണ്. എന്നിട്ട് എത്ര രൂപയാണ് അദ്ദേഹം വാടക ഇനത്തിൽ കോർപ്പറേഷനിൽ അടയ്ക്കുന്നതെന്നും കാണിക്കണം. അതല്ലേ മാധ്യമപ്രവർത്തനം? അവിടെ കൗൺസിലറുടെ മുറിയാണ്, അവിടെ കയറി MLA ഇരിക്കുന്നു, എന്തെല്ലാം സൗകര്യങ്ങൾ കൗൺസിലർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എത്ര രൂപയാണ് അവിടെ MLA വാടക അടച്ചുകൊണ്ടിരിക്കുന്നത്? ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള മറ്റ് കെട്ടിടങ്ങൾക്ക് എത്ര വാടകയുണ്ട് എന്നല്ലേ അന്വേഷിക്കേണ്ടത്. 70,000 രൂപ വാടക ഉൾപ്പെടെയുള്ള മണ്ഡല അലവൻസ് ഉള്ള ആൾ നാമമാത്രമായ തുക കൈപ്പറ്റി അവിടെ കൗൺസിലറുടെ മുറിയിൽ കയറി ഇരിക്കുന്നത് അധാർമികതയാണ് എന്നല്ലേ മാധ്യമങ്ങൾ പറയേണ്ടത്. അപ്പം പ്രജിതയും വന്നിട്ട് ആ മാപ്രകളുടെ വാർത്ത കേട്ടിട്ട് ശ്രീലേഖ ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. 5 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് നികുതി പണം ഓഫീസ് അലവൻസായി എഴുതി വാങ്ങിയ MLA എത്ര രൂപ കോർപ്പറേഷന് വാടകയായി നൽകി? എത്ര രൂപ വൈദ്യുതി ബിൽ ഇനത്തിൽ നൽകി? വെള്ള ചാർജ് എത്ര നൽകി എന്നൊക്കെ പൊതുജനത്തിന് അറിയണം. മാപ്രകളെ, തിരുവനന്തപുരത്ത് കൊമ്പും കോലുമായി നടക്കുന്ന മാപ്രകളെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പറയുമോ? ഇതൊക്കെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം ഞങ്ങൾ പറയാം. കാരണം നിങ്ങൾ ചെയ്യാത്ത പണിയാണല്ലോ ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനിൽ എത്ര വാടക പ്രശാന്ത് അടയ്ക്കുന്നുണ്ട്? പ്രശാന്തിന് 70,000 രൂപ മണ്ഡലം ഓഫീസ് അലവൻസ് ഉണ്ട്. എന്നിട്ട് എത്ര വാടക കൊടുക്കുന്നുണ്ട്? ആ ബിൽഡിങ്ങിൽ മറ്റ് കെട്ടിടങ്ങൾക്കുള്ള വാടക എത്രയാണ്?
അതിൽ എത്ര രൂപ അടച്ചിട്ടുണ്ട്, കറണ്ട് ചാർജ് എത്ര അടച്ചു, വെള്ളം എത്ര അടച്ചു, ഇതുവരെ വാടക മുഴുവൻ അടച്ചിട്ടുണ്ടോ, വാടക കുടിശ്ശിക വല്ലതും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞങ്ങൾ പറയും. ഏതായാലും BK പ്രശാന്ത് ഒരു മാന്യനായ സൗമ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ഇത്തരം നെറികെട്ട രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ചാൽ നിങ്ങളുടെ വില പോകും. കാരണം പണ്ടത്തെ പോലെ നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് സഖാവേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.